ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക, നമ്മളെ വീശലൊക്കെ ഇല്ലേ, അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ഒരു മടൽ കണ്ടു. ആ മടലിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു പാളുണ്ട്. ആ പാളങ്ങനെ ഒട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമുക്കത് പോയി എടുത്തുകൊണ്ട് വരാം. അപ്പോഴത്തേക്ക് അമ്മമ്മ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് എടുത്ത് ഞാൻ പോന്നിട്ടുണ്ട്. കഴുകിയതാണ്, അതുകൊണ്ട് മാത്രമേ തിന്നുള്ളൂ. ഇപ്പം അങ്ങോട്ട് വീണിട്ടുള്ളൂരാ. ഈ ഒരെണ്ണം ഇതാ എടുക്കണം, നമുക്കത് കാണാം. ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് അടുക്കളയൊക്കെ ഉണ്ടാകും. അയ്യോ, കഴുത്തിലിട്ട് വെച്ചതാണ്. കണ്ടോ, ഇപ്പോൾ സിമ്പിളാണ്. ചെറിയതായതുകൊണ്ടാണ് ഇത്ര സിമ്പിള്. വലുതൊക്കെ ആണെങ്കിൽ ഞാൻ തീരെ എടുക്കൂല. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറണം. അയ്യോ, എൻ്റെ ക്യാരറ്റ് പോവല്ലേ. ഇത് കുറച്ച് ഇതാണ് കേട്ടോ, ഇത് വെയിറ്റ് ചെയ്യാം. കേൾക്കാനും കൊണ്ടുപോകാനും പാടാണ്. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിൽ പോകാം. വന്ന സ്ഥലത്തേക്ക് തന്നെ ഞാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം എവിടെയാണ് പാള കഴിക്കുന്നതെന്ന് കേട്ടോ. ഞാൻ കുറച്ച് ദൂരത്തേക്ക് ഇടും. അപ്പോൾ പാള അതുകൊണ്ട് ഇടാനാണ് എൻ്റെ പ്ലാന്. പിന്നെ നമ്മൾ ശരിക്കും ഉപയോഗിക്കണം. കുറച്ചേരം വെയിലത്ത് കിടക്കട്ടെ. ശരിക്കും പറഞ്ഞത് തണലത്താണ് കിടക്കേണ്ടത്, ബട്ട് ഞങ്ങൾ വെയിലത്താണ് വയ്ക്കുന്നത്. വെയിലത്താണ് ഞങ്ങൾക്ക് വെക്കാറുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അതാ തിരുമ്പങ്ങലുമ്മ കയറി ഇരുന്നിട്ടുണ്ട്. എൻ്റെ ബാക്കിക്ക് വീഴുകയെന്നാണ് എൻ്റെ പ്ലേഡ്. ഇതവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. കുറേ മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് തിന്ന് തീർക്കാം. അമ്മമ്മ എന്തോ വലിയ കാര്യമായിട്ടുള്ള പണിയിലാണ് കേട്ടോ. അമ്മമ്മ IVLന് കഷ്ണം നുറുക്കുകയാണ്. എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല, അതിന് നല്ല വിഷമമുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് അത് നോക്കിയിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കണതുകൊണ്ടാണ് എനിക്ക് വേഗം പഠിക്കാൻ വേണ്ടി അമ്മമ്മ എല്ലാ ഇങ്ങനെ ചെയ്യുന്ന എല്ലാ വിധം എനിക്കും ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ മുകളിൽ വലിയ കാക്കക്കൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാക്ക ഇവിടുന്ന് സ്ഥലം മാറ്റി വെച്ച്. ഞങ്ങൾ കുറേ ശ്രമിച്ചിരുന്നു കാക്കേൻ്റെ കൂട് കാണാൻ. ഏറ്റവും മുകളിൽ കൊണ്ടുപോയിച്ചിരുന്നെ. പിന്നെ 1-2 പീസൊക്കെ കാണും. നമ്മളെ പാടം ഇതാ നല്ല ചൂട് വെയിലൊക്കെ ഇരുന്ന് ഇതാവട്ടെ. ഗൈസ്, ഇവിടെ നിറച്ച് വണ്ണാരക്കൊട്ടം കണ്ടോ. ഇതിൻ്റെ ബാക്കിലും അതിൻ്റെ മുകളിലേക്ക് അതാ ഒന്ന് കയറി പോകുന്നുണ്ട്. അവിടെയും കുറേ എണ്ണമുണ്ട്. എന്നാണാവാം നല്ല ഫാസ്റ്റിലാട്ടോ കയറി പോണത് കേട്ടോ. അതൊക്കെ ആ ചില്ലയിലിരിക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ആ തെങ്ങിൻ്റെ ആ പ്ലാവിൻ്റെ മുകളിൽ കണ്ടിട്ടുണ്ട്. ഞാൻ അതായി തെങ്ങിൻ്റെ മുകളിൽ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കണ്ടിട്ടുണ്ട്. ഞാനാണ് ഇവിടെ ഇതാ ചൂട് കിടന്ന് ഇതാവട്ടെ വിചാരിച്ച്. എനിക്കാണ്ട് പോവാൻ കഴിയില്ല, കാരണം ഇത്രയും വെയിലാണ് ഇവിടെ ഞാൻ കാണിച്ചത്. ഇത്തിരിയുള്ളൂ പോകണം കണ്ടോ. എൻ്റെ കയ്യും അങ്ങനെയും വെയിലടിച്ചിട്ടാണ് ഇവിടെ ഉള്ളത്. ഇന്നലെ കുറച്ച് മഴേണ്ടതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴക്കാറും നമ്മളെ കാക്ക വന്നിട്ടുണ്ട്. അപ്പോൾ വേറുള്ള കാക്കകളൊക്കെ അങ്ങോട്ട് വരും. കുറച്ചും കൂടി മിനിറ്റ് അവിടെ കിടന്നോട്ടെ. നിങ്ങളൊക്കെ അവിടെ എന്താ ചെയ്യുന്നത് പറയട്ടോ. അതൊന്ന് ഇങ്ങനെ എന്താ പറയുക, ചൂടായി വരട്ടെ. ചൂടായി വന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അത് കാണാം. ഞാൻ കഷ്ടിച്ച് ഇങ്ങോട്ട് വന്നു കണ്ടോ. ഇത് തൊട്ടുനോക്കണം, ചൂടും തോന്നുന്നു. അമ്മേ, ചൂട് ഇതാക്കിയിട്ട് വയ്യ. ഞാൻ ഇവിടെ നിന്നേ ഞാൻ തന്നെ ഇപ്പോൾ കുബൂസായി പോകേണ്ടി വരും കേട്ടോ. അതവിടെ കിടന്ന് ഇങ്ങനെ ആവുകയാണ്. കുറച്ചും കൂടി ചൂട് പോകണം. ചൂടായാൽ പിന്നെ അത് നമ്മളെ കറുത്ത പൂച്ചക്കുട്ടി അവിടേക്ക് വന്നിട്ടുണ്ട്. എന്നും ഇങ്ങോട്ട് വരും മീൻ കണ്ടിട്ടുണ്ടെങ്കിൽ. ഇതവിടെ കിടന്ന് വേവട്ടെ.
വേവല്ല, എന്നാലും ഇവിടെ കിടന്നിട്ട് കുറച്ച് നേരം വരെ ഇരിക്കട്ടെ. നമുക്കും ചൂടാവുമ്പോൾ പോയി വെക്കാം. അപ്പോൾ ഇത് ഗൈസ് അവയെ മണ്ടനും കണ്ട ഇത് നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് എടുത്ത് മാറ്റാം. നമുക്ക് തണലത്ത് കൊണ്ടിടാം. നല്ല ചൂടുണ്ട്, നല്ല ഇഷ്ടം ചൂടുള്ള സാധനം ഇങ്ങനെ പിടിച്ചെടുക്കാം. പക്ഷെ തീയിലുള്ള സാധനങ്ങളൊന്നും ഞാൻ പിടിച്ചെടുക്കും. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് ഗൈസ് നമ്മൾ അരിവാൾക്ക് എത്തിയോണ്ട് ഇത് വെട്ടിയെടുത്തിട്ടുണ്ട്. അധികം പണിയൊന്നുമില്ല കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ഇതെവിടേക്ക് മാറ്റിയിട്ടാം. ഈ അരിവാൾക്കത്ത് ഇവിടെ വെക്കട്ടെ കേട്ടോ. നമുക്ക് ഈ ഒരു ഇമ്മട്ടങ്ങ് എടുത്ത് നേരെ ഇട്ടിടാം. അടിയിട്ടിടാം കേട്ടോ. ഇങ്ങനെയും പറ്റാത്ത ആയതുകൊണ്ടാണ് ഞാൻ പാളയെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചത്. ഇവിടെ കിടക്കല്ലേ കിട്ടിയ. ഓക്കെ, കറുത്ത പൂച്ച അവിടെ ഉണ്ട് കേട്ടോ. ഇനി നമുക്കുള്ള പരിപാടികൾ കാണിച്ചു തരാം. നമ്മളെ പാള നമ്മൾ ചിരട്ടിയും എടുത്തിട്ടുണ്ട്. ചിരട്ടല്ല, നമ്മളത് പലക നമ്മളിവിടെ അങ്ങനെ പറയാം. വേഗം ഇതിൻ്റെ പേര് ഇങ്ങോട്ട് കയ്യിൽ വരില്ല. അത് കിട്ടിയിട്ടുണ്ട്. ഇതാ നമ്മുടെ പൈപ്പ്. പിന്നെ രണ്ട് കൈ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നേരെ ചെന്ന നമ്മൾ വെള്ളം നനയ്ക്കും. ഇതെന്തിനാ ചൂടാക്കി എടുക്കുക വെച്ചാലേ ഞാൻ ഇങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ നല്ല രസമാണ്. കണ്ട ഇതിങ്ങനെ കഴുകിയെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഈ കുറച്ച് ഉയരമുള്ള സ്പേസാണ് ഇത്. ഇപ്പം നമുക്ക് ഇതെടുക്കാം. കുറച്ച് വെള്ളം നനച്ചതാണ്. ഇത് ഇങ്ങനെ നിവർത്തിയെടുക്കാം. പക്ഷെ ഇത് കീറാൻ പാടില്ല. അങ്ങനെ ഇത് ഒരു കുഴപ്പം. പുതർത്തിയെടുക്കണം. ഇത് പുതർത്തിയെടുത്തില്ലെങ്കിൽ കാറ്റുണ്ടാവില്ല. മാത്രമല്ല ഇതിങ്ങനെ ചുളിഞ്ഞു നിൽക്കുമ്പോൾ കട്ട് ചെയ്യാനും പറ്റില്ല. നമ്മളിങ്ങനെ അങ്ങനെ വലിച്ചെടുത്താണ്ട് ഇതെന്താ പിന്നെ വലിച്ചെടുക്കുന്നത്, അല്ലെങ്കിലാണ് കഴപ്പള്ള ഇതൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. അതാണ് എനിക്കിതിൽ തോന്നുന്നു ഒരെണ്ണം തന്നെ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. കുറച്ചുകൂടി വലുതാവണം നമുക്ക്. എന്നാൽ പിന്നെ രണ്ടെണ്ണം എടുക്കണം. ഇതൊക്കെ തടിയില്ല. ഇതൊക്കെ നമുക്ക് പുതർത്തെടുക്കാൻ കുറച്ച് പാടാണ്. ഇത് മറ്റേ സാധനമാണ്. ഏത് സാധനം മറ്റേ വാക്കാം. അതുകൊണ്ട് തന്നെ ആക്കണമെന്നില്ല. പുതർത്തിയെടുത്തിട്ടുണ്ട് കേട്ടത്. വേണ്ട, കുറച്ച് ഹാർഡാണ് സാധനം. കുറച്ച് തടി ഉണ്ടെങ്കിൽ നമുക്ക് അധികം പരിപാടികളില്ലായിരുന്നു. ഹാർഡ് വർക്കിങ് പാടില്ല. അപ്പോൾ നമ്മൾക്ക് ഇത് പുതറി എടുക്കണ വരെ നമ്മൾ വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ ആക്കി വെള്ളം ഒഴിച്ച് ഇത് അങ്ങനെ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അത് ചെയ്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മൾ കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അപ്പോൾ നമ്മൾ ലൈനൊക്കെ വരച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ വെട്ടിയെടുത്തു. ഇപ്പം നമുക്ക് ഇതും കൂടി വെട്ടിയെടുക്കാറുണ്ട്. നല്ല ചൂടുകാലം വരുന്നുണ്ട്. ചിലപ്പോൾ തണുപ്പാവും. അതിൻ്റെ ഒന്നും ലക്ഷണങ്ങൾ നമുക്കറിയില്ലല്ലോ. അകപ്പാടറിയാം നമുക്ക്. ഈ മുകളിൽ ഇങ്ങനെ നമ്മളെ ആകാശത്തിൻ്റെ മുകളിൽ മഴക്കാറൊക്കെ ഉണ്ടാകുമ്പോൾ ചൂടുണ്ടാകുമ്പോഴും അതേപോലെ തന്നെ നമുക്ക് ഈ റൗണ്ട് ഷേപ്പിൽ നമ്മൾ അതിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. അറിയാതെ നിങ്ങൾക്ക് ഞങ്ങൾ മലപ്പുറംകാരാണ്, അതുകൊണ്ട് നിങ്ങളവിടുത്തെ ഭാഷയല്ലേ ഞങ്ങൾക്ക്. ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുതിർത്തെടുത്ത ഇതാണ് കേട്ടോ. കുറച്ചും കൂടി കുതിരാണ്ട്, പക്ഷെ വേഗം ഒന്ന് ആക്കിക്കോട്ടെ വെച്ചിട്ട്
ഇത് കണ്ടോ, ഇതേപോലെ ഇങ്ങനെ ചുളിഞ്ഞ് നിൽക്കുന്നുണ്ട് ഭാഗം. നമുക്കൊരു 2-3 ദിവസം എടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വേഗം ഉണ്ടാക്കാൻ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ ചെയ്യുക, ഇത് എടുത്ത് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് വെട്ടും. അപ്പോഴാണ് നല്ല ഫിനിഷിങ്ങോടെ കിട്ടും. നല്ല കുതിർന്നിട്ട് ഇങ്ങനെ നല്ല വലുതായിട്ട് നിൽക്കും. നല്ല കാറ്റും ഉണ്ടാവും. അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ എന്താ പറയുക, കുറച്ച് കനമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വലിയ കല്ലൊക്കെ വെച്ചാലും മതി. വലിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചാൽ ഇത് നിറച്ച് ഇങ്ങനെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ വീശാനും നല്ല സുഖമാവും, പിടിക്കാനും നല്ല സുഖമാവും. ഇതിപ്പോൾ പിടിക്കാനൊന്നും സുഖമല്ല, പക്ഷെ നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് വേഗം ഉണ്ടാക്കിയതാണ്. എല്ലാവർക്കും ബൈ.